അർബുദബാധയെ തുടർന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിലായിരുന്നു മുഗൾ സിൻഹയുടെ അന്ത്യം. 61 വയസ്സായിരുന്നു. ഗുജറാത്ത് വംശഹത്യയെക്കുറിച്ചുള്ള യഥാർത്ഥ വിവരങ്ങൾ പുറംലോകത്തെ അറിയിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചവരിൽ ഒരാളാണ് സിൻഹ. ഗോദ്രയിൽ സബർമതി എക്സ്പ്രസിന് തീപിടിച്ച സംഭവത്തിൽ പോലീസ് വിവരണത്തിലെ അപാകതകൾ പുറത്തുകൊണ്ടുവന്നതും സിൻഹയായിരുന്നു. മലയാളിയായ ജാവിദ് ഗുലാം ഷെയ്ഖ്, ഇഷ്റത് ജഹാൻ എന്നിവരടക്കം 4 പേരെ വെടിവെച്ചുകൊന്ന് ഏറ്റുമുട്ടലായി ചിത്രീകരിച്ച കേസിൽ സത്യം പുറത്തുകൊണ്ടുവരുന്നതിൽ വലിയ പങ്കുവഹിച്ചു. സുഹ്റാബുദ്ദീൻ ഷെയ്ഖ്, തുൾസിറാം പ്രജാപതി, സാദിഖ് ജമാൽ എന്നിവരെ ഏറ്റുമുട്ടലിൽ വധിച്ചുവെന്ന ഗുജറാത്ത് പോലീസിന്റെ അവകാശവാദം പൊളിച്ചതും സിൻഹയുടെ ഇടപെടലായിരുന്നു. ഇത്തരം ഏറ്റുമുട്ടലുകൾ നരേന്ദ്രമോദിയുടെയും ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന അമിത്ഷായുടെയും അറിവോടെയാണെന്ന ആരോപണത്തിന് ബലമേകുന്ന തെളിവുകളും ഇദ്ദേഹം പുറത്തുകൊണ്ടുവന്നു. തൊഴിലാളികളും സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്നവരും നേരിടുന്ന അനീതികൾക്കെതിരായ പോരാട്ടമായിരുന്നു സിൻഹയുടെ അഭിഭാഷക ജീവിതം. 2002 ഗുജറാത്ത് വംശഹത്യയ്ക്ക് ശേഷം നരേന്ദ്രമോദിക്കെതിരെ ശക്തമായ നിലപാടെടുത്തു. മരിക്കുവോളം ആ നിലപാടിൽ അദ്ദേഹം ഉറച്ചുനിന്നു. ഗുജറാത്ത് ട്രേഡ് യൂണിയൻ ഫെഡറേഷന്റെ നേതാവായിരുന്ന സിൻഹ 2007 2012 നിയമസഭയിലേക്ക് മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. നിർജരി സിൻഹയാണ് ഭാര്യ. ഒരു മകനുണ്ട്. സിൻഹയുടെ പാത പിന്തുടർന്ന് മനുഷ്യാവകാശ സംരക്ഷണത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സജീവമാണ് ഇവർ. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.